എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങയുടെ മുൻപാകെയും ഇരിക്കണമേ. ആമീൻ. Christ is in our midst. He is and he shall be forever. അഭിവന്ദരായ പിതാക്കന്മാരെ, വന്യരായ കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, സന്യാസിനി ശ്രേഷ്ഠരെ, വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ക്രിസ്തുനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനമാണ്. 3 നോമ്പിൻ്റെ ഈ രണ്ടാമത്തെ ദിവസത്തിൽ നാം ഇവിടെ പ്രാർത്ഥനാപൂർവം വന്നു ചേരുമ്പോൾ നമുക്ക് ചിന്താവിഷയമായി നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അവിശ്വസ്തതയുടെ കാലത്തെ വിശ്വസ്തതയുടെ കാവലാണ്. Guardians or stewards of faithfulness in a world of unfaithfulness. ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു നൂറ്റാണ്ടിലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആദ്യ നൂറ്റാണ്ടിലും അത് തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും തീർച്ചയായും ഇന്നും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എളുപ്പമുള്ളതല്ല. കാരണം ലോകത്തിൻ്റെ പ്രവാഹത്തിന് വിരുദ്ധമായി ജീവിക്കുന്നതാണ് ഫെയ്ത്ത്, വിശ്വാസം എന്നുള്ളത്. ഫെയ്ത്ത് ഈസ് ഓൾവേസ് ലിവ്ഡ് against the current of the world. ഈ കാലഘട്ടത്തിൽ ജീവിതം അല്പം കൂടെ കഠിനമായി എന്നുള്ളതല്ല, പിന്നെയോ അവിശ്വാസം ആകർഷണീയമായത് എന്നാണ്. Unfaithfulness has become attractive. അവിശ്വസ്തതയുടെ ജീവിതം എല്ലാവർക്കും ആകർഷണീയമായി തുടങ്ങി. അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, അത് ആഘോഷിക്കപ്പെടുന്നു, അത് നിരന്തരമായി നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നു. അവിശ്വസ്തത ന്യായമാണ്, അത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം, നാം കോംപ്രമൈസ് ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ ചെറിയ മന്ത്രമാണ് വീണ്ടും ശബ്ദമാകുന്നത്. ഈ ശബ്ദമാണ് ശീലമാകുന്നത്. ഈ ശീലമാണ് ജീവിത ശൈലിയാകുന്നത്. കാരണം ക്രിസ്തു കേന്ദ്രീതമായ ജീവിതം പ്രായോഗികമല്ല എന്ന് പറയുന്ന ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ അവിശ്വസ്തതയുടെ ജീവിതം വളരെ ലളിതമാണെന്ന് നമുക്ക് തന്നെ തോന്നിത്തുടങ്ങി. അതിന് ഭാരം കുറവാണ് എന്ന് നമ്മൾ തന്നെ നാമകരണം ചെയ്യുവാൻ തുടങ്ങി. അവിശ്വാസമുള്ള ജീവിതമാണ് കരുണയുള്ള ജീവിതമെന്ന് നമ്മൾ ജീവിക്കുവാനും തുടങ്ങി. ഇതേ ഒരവസ്ഥയിലായിരുന്നു തെസ്സലോനിക്കായിലെ സഭയ്ക്ക്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. കാരണം തെസ്സലോനിക്കായിലെ സഭ പുതിയ സഭയായിരുന്നു. ഇറ്റ് വാസ് എ യങ് ചർച്ച്. പുതിയ സഭയായതുകൊണ്ട് വളരെ ഊർജസ്സുള്ള സഭയായിരുന്നു. പക്ഷേ ഈ ഊർജസ്സുള്ള സഭ എവിടെയായിരുന്നു എന്നുള്ളത് അപ്പോസ്തലന് വളരെ വ്യക്തമായിരുന്നു. കാരണം കച്ചവടം, വിപണി വളരെ മനോഹരമായ നടക്കുന്ന തെസ്സലോനിക്കയിലായിരുന്നു സഭ.
ആഴമായ വിഗ്രഹാരാധനയുള്ള സ്ഥലമായിരുന്നു തെസ്സലോനിക്കി. അവിടെ പലതര കച്ചവടങ്ങൾ, പലതര മോഹങ്ങൾ, പലതര ശക്തികൾ, അവിടെ സഭയിലുള്ളവർക്ക് പോലും ഏതിനോട് കൂറ് പ്രഖ്യാപിക്കണം എന്ന് അറിയാത്ത ഒരു അവസ്ഥ. ആ സഭയോടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്, വിളിച്ചവൻ വിശ്വസ്തനാണ്. He who has called you is faithful and he will do it. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നിവർത്തിച്ചുകൊള്ളും. നാം വിശ്വസ്തരാകണം എന്നല്ല അപ്പോസ്തലൻ എഴുതുന്നത്, വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്നും, ആദിമസഭയിൽ നിന്നും നമ്മളിൽ നിന്നും ആഹ്വാനം ഒരു കാര്യം മാത്രമാണ്, ടു ബി റെസ്പോൺസീവ്. നമ്മെ ഭരമേൽപ്പിച്ച വിശ്വാസം ഒരു പുരാതന വസ്തുവായിട്ടല്ല നമ്മുടെ വിശ്വാസം നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. 5-ാം തുബ്ദൻ നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്നതാണ്. ശ്ലൈഹികവും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നവരായി, ജീവിച്ച് പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി. ഇറ്റ് ഈസ് എ ഫെയ്ത്ത് ദാറ്റ് വാസ് ലിവ്ഡ് ആൻഡ് ഹാൻഡഡ് ഡൗൺ. പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസമല്ല, പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വിശ്വാസമല്ല, പക്ഷേ കാണിച്ച് പാലിച്ച് ജീവിച്ച് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് അത്. We have to be responsive to the faith. ആ വിശ്വാസത്തോടാണ് നാം പ്രത്യുത്തരമായി സമർപ്പിതർ ആകേണ്ടത്. പ്രിയമുള്ളവരെ, ഈ സമർപ്പണ ജീവിതം എല്ലാവർക്കുമുള്ള ആഹ്വാനമാണ്. ഇറ്റ് ഈസ് എ കോൾ ഫോർ എവ്രി വൺ. എല്ലാവർക്കും, ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമാകുകയില്ല. കാരണം നമ്മെ ഭരമേൽപ്പിച്ച വിളിയിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുമ്പോൾ നാം അറിയാതെ പല അപകടങ്ങളിലും ചെന്നു പറ്റുന്നു. നിനുവ നോമ്പിൻ്റെ പ്രധാന കഥാപാത്രമായ യോനാ പ്രവാചകനോട് യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇപ്രകാരമാണ്. എന്താണ്? Arise and go to Nineveh. എഴുന്നേൽക്കുക, നിനുവയിലേക്ക് പോകുക. എബ്രായ ഭാഷയിൽ ആദ്യത്തെ വാക്ക് ഖും, ലെക് എൽ നെനവെ. ഖും, അതിൽ നിന്നാണ് കെംതോ, ഉയർപ്പ് എന്നുള്ള വാക്ക് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. എഴുന്നേൽക്കുക, ഉണരുക, ഉയരുക, നിനുവയിലേക്ക് പോകുക. പക്ഷേ ഈ വാക്ക് ഒരു പ്രവാചകന് മാത്രം നൽകുന്ന വാക്യമല്ല, എല്ലാ ആത്മാവിനും നൽകുന്ന വാക്യമാണ് എഴുന്നേൽക്കുക. പക്ഷേ എഴുന്നേൽക്കുക, നിനുവയിലേക്ക് പോകുക എന്ന് പറഞ്ഞ യോന പിന്നെ ചെയ്യുന്നത് എന്താണ്? മലയാള ഭാഷയിൽ അവൻ യോപ്പായിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കാണ് വെ യെരെദ്. ഹി വെന്റ് ഡൗൺ. അവൻ യോപ്പായിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും പറയുന്നു, അവൻ തർശീഷിലേക്ക് ഇറങ്ങിപ്പോയി. ഉയരുവാൻ പറഞ്ഞ ആത്മാവ് ഇറങ്ങുകയാണ്. ഒരു ഇറക്കമല്ല, അഗാധമായ വീഴ്ചയാണ്. അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഓട്ടത്തിൽ അവൻ ഉണ്ടാകുന്ന വീഴ്ച. പ്രിയമുള്ളവരെ, നിനുവ എന്ന് പറയുന്നത് ഒരു പട്ടണം മാത്രമല്ല, പിന്നെയോ നമ്മൾ നേരിടുവാൻ പ്രയാസപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും
നമ്മുടെ നിനവാ പട്ടണമാണ്. The place we fear is Nineveh. അതൊരു പക്ഷേ നമ്മുടെ വേദനയാകാം, നമ്മുടെ നഷ്ടങ്ങളാകാം, നമ്മുടെ ദുഃഖങ്ങളാകാം, നമ്മുടെ മുറിവുകളാകാം. ഒരു പക്ഷേയിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടായ ചിതരങ്ങളാകാം, നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ അനുതാപമാകാം. അവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, എഴുന്നേൽക്കുക, അറൈസ്, ഗോ ടു യോർ നിനവേ. നമ്മുടെ നിനവാ പട്ടണങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധ്യമാകണം. ആ പറഞ്ഞവൻ പ്രവാചകനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. അവൻ പോയതോ താഴേക്കാണ്. ഇത് സുപരിചിതമല്ലേ? എഴുന്നേൽക്കുവാൻ പറയുന്ന നമ്മുടെ ആത്മാവ് നിരന്തരമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. എബ്രായ ഭാഷയിൽ ഇത് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ വേറെ വാക്കുകൾ കിട്ടാഞ്ഞതുകൊണ്ടല്ല, പിന്നെയോ അത് വളരെ ആഴമായ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. അവൻ യോപ്പായിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ആദ്യ അധപ്പതനമാണ്. The disobedience of mind and will. ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും അനുസരണക്കേടിനെ സൂചിപ്പിക്കുന്നു. പിന്നീട് പറയുന്നു, he went down to Tarshish. തർഷീഷിലേക്കുള്ള, അവിടെ വളരെ മനോഹരമായ വിശുദ്ധ ഗ്രന്ഥം എഴുതുന്നു, അവൻ കപ്പലിലുള്ള അവൻ്റെ കൂലി നൽകി എന്ന് പറയുന്നു. he paid his fare. പ്രിയമുള്ളവരെ, ഇത് ആത്മാവിൻ്റെ രണ്ടാമത്തെ അധപ്പതനമാണ്. സ്വയപ്രാപ്തിയിലുള്ള വിശ്വാസം, സെൽഫ് റിലയൻസ്. യോന അവൻ്റെ കൂലി അവൻ തന്നെയാണ് നൽകുന്നത്. അവൻ്റെ അനുസരണക്കേടിന് നമ്മൾ തന്നെ കൂലി നൽകേണ്ടി വരും. തർഷീഷ് സ്വാതന്ത്ര്യം എന്ന് യോനാ പ്രവാചകൻ കരുതിയെങ്കിൽ അവൻ തെറ്റി. കാരണം തർഷീഷിലേക്ക് പോയപ്പോഴാണ് കൊടുങ്കാറ്റുണ്ടായത്. അവന് വീണ്ടും ഒരു അധപ്പതനം സംഭവിക്കുന്നു. യോപ്പായിലേക്കിറങ്ങി, തർഷീഷിലേക്കിറങ്ങി, കടലിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി, പിന്നെ മത്സ്യത്തിൻ്റെ ആഴത്തിലേക്കും ഇറങ്ങി. അവിടെയാണ് അവനൊരു യഥാർത്ഥ ഉണർവുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലും ദിസ് ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അവൻ ഓടിപ്പോയതിന് അവന് ഒരു ശിക്ഷ നൽകിയതല്ല ദൈവം. പിന്നെയോ അവൻ്റെ രക്ഷയാകുകയാണ്, അവൻ്റെ ഉദരമാകുകയാണ്. ആ മത്സ്യം പുനർജന്മത്തിലേക്കുള്ള അവൻ്റെ ഉദരമാകുകയാണ്. നാം 3 നോമ്പിൽ ഇവിടെ വന്ന് ഇരിക്കുന്നു, പ്രാർത്ഥനാപൂർവം ഇരിക്കുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അഗാധമായ ദുഃഖവും അഗാധമായ ബുദ്ധിമുട്ടും അഗാധമായ നഷ്ടവും അഗാധമായ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ പലതരത്തിൽ പല അഗാധങ്ങളിലേക്കും പോയിട്ടുള്ളവരാണ്. അവിടെ ഒന്നും ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യമാണ് ഈ 3 നോമ്പ്. അതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യാത്മാവ് ഉണരുവാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ഉണർവ് ലഭിപ്പാൻ വലിയ നോമ്പിലേക്ക് സഭ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഒരു മുൻ ഒരുക്കമാണ് ഈ 3 നോമ്പ്. അതുകൊണ്ട് ആമുഖവാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. കാരണം പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ കൺവെൻഷനിൽ സംബന്ധിക്കാം.
ഇന്നത്തെ പ്രധാന ചിന്താവിഷയം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to Saint Mark, chapter 1, verses 21 to 28. ഈ കൺവെൻഷൻ്റെ ചിന്താവിഷയം അവിശ്വസ്തതയുടെ ലോകത്തെ വിശ്വസ്തതയുടെ കാവലാൾ എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സിനഗോഗിൽ ഭൂതബാധിതനായ ഒരു മനുഷ്യനുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്നു. അവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യൻ, ആ ഭൂതം ബാധിച്ച മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുന്നു, What have you to do with us? നസ്രാനായ യേശുവേ, What have you to do with us? കർത്താവ് അവനെ ശാസിക്കുന്നുണ്ട്, ആ ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്, അവനെ സൗഖ്യമാക്കുന്നുണ്ട്. ഈ വേദഭാഗം ഒരു പഠന ക്ലാസ്സായിട്ട് തന്നെ നമുക്കെടുക്കാം. ഇതൊരു കൺവെൻഷൻ പ്രസംഗമല്ല, ഇതൊരു ബൈബിൾ സ്റ്റഡി തന്നെയാണ്. കാരണം ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ 5 അവിശ്വസ്തതയുണ്ട്. The 5 unfaithfulness, നമ്മൾ അറിയാതെ ലയിച്ചു ചേരുന്ന 5 അവിശ്വസ്തതകൾ ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ 5 അവിശ്വസ്തതയ്ക്ക് നമ്മുടെ കർത്താവ് നൽകുന്ന 5 ചികിത്സയും ഉണ്ട്. അവൻ്റെ ശബ്ദം നൽകുന്ന 5 ചികിത്സയും ഉണ്ട്. സുവിശേഷ ഭാഗം ഏവർക്കും സുപരിചിതമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഈ സുവിശേഷത്തിൽ ഭൂതം ബാധിച്ച മനുഷ്യൻ നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമാണ്. അത് വ്യക്തിപരമായും കുടുംബപരമായും സഭാപരമായും അതിനെ ചിത്രീകരിക്കാം. ഭൂതം ബാധിച്ച മനുഷ്യൻ is the picture of every human soul. കാരണം ഭൂതം ബാധിച്ച മനുഷ്യൻ ആരാണ്? ഞാൻ എപ്പോഴൊക്കെ എന്നിൽ നിന്ന് അകലുന്നുവോ ഞാൻ ഭൂതബാധിതനാകുകയാണ്. ഞാൻ എൻ്റെ വാക്കിനാൽ, ഞാൻ എൻ്റെ സ്പർശനത്താൽ, ഞാൻ എൻ്റെ നോട്ടത്താൽ, ഞാൻ എൻ്റെ ചിന്തയാൽ, ഞാൻ എൻ്റെ കർമ്മങ്ങളാൽ, ഞാൻ എന്നിൽ നിന്ന്, ഞാൻ ആയിരിക്കേണ്ടതിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നത് എപ്പോഴൊക്കെയാണോ ഞാൻ ഭൂതബാധിതനാണ്. അതിന് സംശയം വേണ്ട. നമുക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് തന്നെ സങ്കടം തോന്നിയിട്ടില്ലേ? ദിസ് ഈസ് നോട്ട് ഹൂ ഐ ആം. ഞാനത് പറയണ്ടായിരുന്നു, ഞാനത് ചെയ്യണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പ്രവർത്തിക്കേണ്ടി ഇരുന്നില്ല എന്ന് പറയുന്ന അനേകം നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എവിടെയോ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയ അവസ്ഥ. അതാണ് ഭൂതബാധിതനായ മനുഷ്യൻ്റെ അവസ്ഥയും. കാരണം he was alienated from himself. അകമേ അവനിൽ നിന്ന് തന്നെ അകന്നിരുന്നു. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ ആഴമില്ല. കുമ്പിടുന്നവരാണ്, പക്ഷേ സമർപ്പണമില്ല. ആവർത്തിക്കുന്നവരാണ്, എന്നാൽ ആഴമില്ല. കാരണം ഒരു ദിവസം കൊണ്ട് തിരഞ്ഞെടുക്കുന്നതല്ല ദൈവത്തിൽ നിന്ന് ഉള്ള അകൽച്ച. നമ്മൾ ജീവിതത്തിൽ ഓരോ കോംപ്രമൈസസും എടുക്കുന്ന,
അല്ലെങ്കിൽ ഏതൊക്കെ കോംപ്രമൈസസ് നമ്മൾ ചെയ്യുന്നുവോ അവിടൊക്കെ ഈ അകൽച്ച പെതുക്കെ പെതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞ് കയറും. അവിടെയാണ് നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മറന്നുപോകുന്നു. We forget our identity. നാം ആരാണ് എന്ന് നാം മറന്നുപോകുന്നു. യഥാർത്ഥ വിശുദ്ധ ജീവിതം എന്ത് എന്ന് നാം മറന്നുപോകുന്നു. അതുകൊണ്ട് ആദ്യത്തെ അവിശ്വസ്തത എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് അൺഫെയ്ത്ത്ഫുൾനെസ്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. അവൻ്റെ ഉപദേശത്തിൽ അവർ അത്ഭുതപ്പെട്ടു, കാരണം അവൻ ശാസ്ത്രിമാരെ പോലല്ല അധികാരമുള്ളവനായി പഠിപ്പിച്ചു. They were astonished at his teaching, for he taught them as one having authority and not as the scribes. ഒന്നാമത്തെ അവിശ്വസ്തത എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന സത്യത്തിനു പകരം ആശ്വാസകരമായ ഒരു ആത്മീയതയാണ് നാം ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. We prefer a comfortable spirituality over transforming truth. ഒന്നുകൂടെ ഞാൻ പറയാം. പരിവർത്തനം നടത്തുന്ന സത്യത്തിന് പകരം ആശ്വാസകരമായ അല്ലെങ്കിൽ നമ്മൾക്ക് സൗകര്യപ്രദമായ ഒരു ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുന്നവരാണ് നാം. പ്രിയമുള്ളവരെ, കപ്പർനൗമിലെ സിനഗോഗിൽ ഈ ഭൂതബാധിതനായ മനുഷ്യനെ കണ്ടല്ല ആരും ആശ്ചര്യപ്പെട്ടത്. പിന്നെയോ കർത്താവ് എങ്ങനെ സംസാരിച്ചു എന്നുള്ളതിലാണ് അവർ ആശ്ചര്യപ്പെട്ടത്. കാരണം പരീശന്മാർ ചില പ്രസ്താവനകൾ നടത്തി അവർക്കറിയാവുന്ന നിയമങ്ങളാണ് പഠിപ്പിച്ചത്. അവർ ചില വ്യാഖ്യാനങ്ങളിലും ചില ആവർത്തനങ്ങളിലും ചില നിയമങ്ങളിലും മാത്രം ആശ്രയിച്ചിരുന്നവരാണ്. അവർ അറിവ് പകർന്നു കൊടുത്തു. കർത്താവ് സത്യം പകർന്നു കൊടുക്കുകയല്ലായിരുന്നു, അവൻ സത്യമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വർണ്ണനാവുകാരനായ മോർ ഈവാനിയോസ് പറയുന്നു, പരീശന്മാരും സാദൂക്യരും എഴുതപ്പെട്ടിരുന്നത് പഠിപ്പിച്ചു, കർത്താവോ താനായിരുന്നത് പഠിപ്പിച്ചു. The scribes taught what was written. Jesus taught what he was. ഇതാണ് നമ്മെ അലട്ടുന്ന വലിയ സത്യം. ഇതാണ് നമ്മുടെ ആദ്യ ചികിത്സ. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് നമ്മളെ തിരിച്ച് വിളിപ്പിക്കുന്നത് കർത്താവ് നമ്മൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയല്ല. ക്രിസ്തു ഒരിക്കലും ഉപദേശങ്ങൾ നൽകുന്നില്ല, വെളിപാടുകൾ നൽകുന്നതേ ഉള്ളൂ. ക്രൈസ്റ്റ് ഓൺലി ഗിവ്സ് റെവലേഷൻ. കാരണം വെളിപാടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മളെ അസ്വസ്ഥരാക്കും. സത്യം ഒരിക്കലും ആത്മാവിന് ആനന്ദം നൽകുവാനുള്ളതല്ല, ആത്മാവിനെ സൗഖ്യമാക്കുവാനുള്ളതാണ്. Truth is not meant to flatter the soul, it is meant to heal the soul. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അവിശ്വസ്തത എന്ന് പറയുന്നത്. കാരണം നമ്മളെ രസിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് നമുക്ക് വേണ്ടത്, നമ്മളെ രക്ഷിക്കുന്ന പ്രസംഗങ്ങൾ നമുക്ക് വേണ്ട. We prefer spirituality that confirms us. നമ്മളെ സ്ഥിരപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് മതി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ ജീവിത ശൈലിയെ ഉറപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് മതി. നമ്മുടെ ജീവിതത്തെ അലട്ടുകയും നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുവാൻ ആവശ്യപ്പെടുന്ന ദൈവത്തെ നമുക്ക് വേണ്ട. പലപ്പോഴും we are like patients who want anesthesia, not the surgery.
സുറിയാനി പിതാക്കന്മാരിൽ ശ്രേഷ്ഠനായ നിനുവായിലെ മോർ ഇസഹാക്ക് ഇപ്രകാരം പറയുന്നു: അനുതാപം ഇല്ലാതെ ആശ്വാസം ഒരിക്കലും തേടരുത്, കാരണം അതൊരിക്കലും സൗഖ്യമാക്കുകയില്ല. നമുക്ക് ആശ്വാസം മതി, അനുതാപം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ സൗഖ്യമാക്കാതെ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മതപരമായ ജീവിതം വളരെ നമുക്ക് സുഖകരമായി വേണം എന്ന് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ഇസ് മെന്റ് ടു മേക്ക് അസ് അൺകംഫർട്ടബിൾ. നമ്മുടെ ജീവിത ശൈലിയെ മാറ്റുന്നതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥകളിൽ വളരെ ശ്രേഷ്ഠനായ അബ്ബ അന്തോണിയോസ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു യുവ സന്യാസി വന്നു. സന്യാസി കുമ്പസാരിക്കാൻ വന്നതല്ല, ഈ പിതാവിൻ്റെ അടുക്കൽ തന്നെ സമർപ്പിക്കാനായിട്ട് വന്നതാണ്. അബ്ബ അന്തോണിയോസിനോട് പറഞ്ഞു, ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചു, ഭക്ഷണമില്ലാതെ ഞാൻ ഇത്ര ദിവസം നോമ്പ് നോക്കി, വെള്ളം കുടിക്കാതെ ഞാൻ ഇത്ര ദിവസം ഇരുന്നു, ഞാൻ ഇത്രയും നേരം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഞാൻ സുവിശേഷങ്ങൾ ഇത്രയുമൊക്കെ കാണാതെ പഠിച്ചു, ഞാൻ ഇത്ര ദിവസം ഉറങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ട് മൗനമായിരുന്നു എന്നൊക്കെ ഈ അബ്ബ അന്തോണിയോസിനോട് പറയുകയുണ്ടായി. ആ യുവ സന്യാസി പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ചടക്കം വളരെ ഗംഭീരമായിരുന്നു. ഈ എല്ലാ പറച്ചിലും ഈ ശ്രേഷ്ഠ സന്യാസിയിൽ നിന്ന് താൻ വിശുദ്ധനാണ് എന്നൊന്ന് കേൾക്കാനാണ് ഈ യുവ സന്യാസി ഇതൊക്കെ പറഞ്ഞത്. അബ്ബ അന്തോണിയോസ് ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഒരു കാര്യങ്ങൾ പോലും വെല്ലുവിളിച്ചില്ല, ഒരു ചട്ടങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തുമില്ല, അദ്ദേഹത്തോട് വേദശാസ്ത്രം തർക്കിക്കുവാനും പോയില്ല. പക്ഷേ ഈ യുവ സന്യാസി മൗനമായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ അധികം അധ്വാനിച്ചു, എന്നാൽ നീ വിനയം ഇനിയും പഠിക്കുവാനുണ്ട്. യു ഹാവ് ലേബർഡ് മച്ച്, ബട്ട് യു ഹാവ് നോട്ട് യെറ്റ് ലേൺഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ഹ്യൂമിലിറ്റി. ഒരു വാക്കുപോലും പറയാതെ ഈ യുവ സന്യാസി നടന്നുപോയി. പ്രിയമുള്ളവരെ, ഇത് പ്രോത്സാഹനമൊന്നുമല്ല, ഇത് അവനൊരു മുറിവായി തീർന്നു. പക്ഷേ അവൻ്റെ മുറിവാണ് അവന് സൗഖ്യമായത്. ആദ്യമായിട്ടാണ് ആ യുവ സന്യാസി ഒരു കാര്യം മനസ്സിലായത്: ഞാൻ ഇത്രയും നാളും ചെയ്തതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ മുറിവാണ് എന്നെ സൗഖ്യമാക്കിയത്. കാരണം എനിക്കാശ്വാസമെന്ന് തോന്നിയ ആത്മീയതയെ ഞാൻ പരിശീലിച്ചു. എന്നാൽ ഞാൻ ഉപവസിച്ചിട്ടും ഐ ഫാസ്റ്റഡ്, എന്നാലും എൻ്റെ ജീവിതം മൃദുലമായില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എന്നാൽ എൻ്റെ ഉള്ളിൽ ഞെരുക്കവും അനുതാപവും ഉണ്ടായില്ല. ഞാൻ സുവിശേഷം ജ്ഞാനമായി തിരിച്ചറിഞ്ഞു, പക്ഷേ എന്നെ അത് രൂപാന്തരപ്പെടുത്തിയില്ല. അന്തോണിയോസ് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് അവൻ്റെ ആത്മീയത മാറി. കാരണം അവന് സൗകര്യപ്രദമായ ആത്മീയതയിൽ നടന്ന് ഒരു രൂപാന്തരവും പ്രാപിക്കാതെ അവൻ ആശ്രമത്തിൽ ജീവിച്ചു. അവൻ്റെ മുറിവാണ് അവനെ സൗഖ്യമാക്കിയത്. നമ്മളോട് തന്നെ ചോദിച്ചേ, നമ്മൾക്ക് സൗകര്യപ്രദമായ ആത്മീയതയെ തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടമായി നാം മാറരുത്. നമ്മെ വെല്ലുവിളിക്കുന്ന ആത്മീയതയാണ് നമ്മളെ ഭരമേൽപ്പിച്ച് നൽകിയിട്ടുള്ളത്.
അതിൽ നമുക്ക് ജീവിക്കാം. ക്രിസ്തു നമ്മെ അതിലേക്കാണ് നിത്യമായി നയിക്കുന്നത്. രണ്ടാമതായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. സെയിന്റ് മാർക്ക് 1:23. ഇപ്പോൾ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരാൾ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അശുദ്ധാത്മാവ് മാർക്കറ്റ് പ്ലേസിലോ യുദ്ധഭൂമിയിലോ ഒന്നുമല്ലായിരുന്നു. അശുദ്ധാത്മാവ് സിനഗോഗിലായിരുന്നു, പ്രാർത്ഥനാ സ്ഥലത്തായിരുന്നു അശുദ്ധാത്മാവ്. നമ്മുടെ രണ്ടാമത്തെ അവിശ്വസ്തത എന്താണെന്നറിയാമോ? We tolerate disorder in holy places. വിശുദ്ധ സ്ഥലത്ത് നാം അക്രമങ്ങൾ പലപ്പോഴും അത് കുഴപ്പമില്ല എന്ന് നടിക്കുന്നവരാണ് നാം. വിശുദ്ധ ഇടങ്ങളിൽ അക്രമം നാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥനയുടെ സ്ഥലത്താണ് അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത്. ഈ അശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനാലയത്തിൽ ഉണ്ടായിരുന്ന ആർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു. യേശു പ്രാർത്ഥനാലയത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയതയെ ചോദ്യം ചെയ്യുന്ന വലിയൊരു സത്യമാണ്. അലക്സാൻഡ്രിയയിലെ മോർ കൂറിലോസ് ഇപ്രകാരം പറയുന്നു: The presence of evil among the worshipping people did not trouble them, but the holiness of Christ did. തിന്മയുടെ സാന്നിധ്യം ആരാധിക്കുന്ന ജനത്തിന് തിന്മയുടെ സാന്നിധ്യം അവരെ അലട്ടിയില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധ സാന്നിധ്യം അവരെ അലട്ടി എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ഭയാനകരമായ ഒരു സത്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ ഇതിലൂടെയാണ്. We learn to live with disorder. ആവശ്യമില്ല, ക്രമക്കേടിനോട് കൂട്ടുചേരുവാൻ നമുക്ക് മടിയില്ലാത്ത ഒരു അവസ്ഥയാണ്. We tolerate dysfunction in sacred places. അത് ഇടവകകളിലായാലും കുടുംബങ്ങളിലായാലും വിദ്യാലയങ്ങളിലായാലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ആയാലും. അതുകൊണ്ടാണ് നിസായിലെ മോർ ഗ്രിഗോറിയോസ് ഇപ്രകാരം പറയുന്നു: The soul becomes what it tolerates. നാം ഒരു പരിധിവരെ ടോളറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവായി തീരും. അതുകൊണ്ട് ക്രമക്കേട് നാം സാരമില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആത്മാവ് ക്രമക്കേടിൽ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അവിശ്വസ്തത എന്ന് പറയുന്നത്. ഇത് മനഃപൂർവ്വം പോകുന്നതല്ല, അറിയാതെ പോകുന്നതാണ്. നാം പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്നു, പക്ഷെ ക്ഷമിക്കുവാൻ പഠിക്കുന്നില്ല. നാം കുമ്പസാരിക്കുന്നു, പക്ഷെ മനത്തിരിവുണ്ടാകുന്നില്ല. നാം പാട്ടുകൾ പാടുന്നു, നമസ്കാരങ്ങൾ ബോവുസോ ചൊല്ലുന്നു, പക്ഷേ നമ്മൾ പകയും വിദ്വേഷവും അനീതിയുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഭാരമായി കൊണ്ടു നടക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരനായ മോർ എഫ്രൈം ഇപ്രകാരം പാടി: I wash my hands but not my heart. ഞാൻ എൻ്റെ കരങ്ങൾ കഴുകുന്നു, എൻ്റെ ഹൃദയം കഴുകുന്നില്ല. ഞാൻ എൻ്റെ ശരീരം കുമ്പിടുന്നു, എൻ്റെ ഹിതമോ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു ഭൂതബാധിതനായ മനുഷ്യൻ പ്രാർത്ഥനാലയത്തിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്തുവും അവിടെ നിൽക്കുന്നത്. അവിടെ ആരാധിക്കുന്നവരെ ശാസിക്കുവാനല്ല, പിന്നെയോ
ആ വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. കാരണം കർത്താവ് ഈ ഭൂതബാധിതനായ മനുഷ്യനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നില്ല, ഭൂതത്തെ മനുഷ്യനിൽ നിന്ന് പുറത്താക്കുകയാണ്. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേയും? ആ മനുഷ്യനെ പുറത്താക്കിയേനെ. കർത്താവ് മനുഷ്യനെ ആ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയില്ല, പിന്നെയോ ഭൂതത്തെ മനുഷ്യരിൽ നിന്ന് പുറത്താക്കി. ക്രൈസ്റ്റ് നെവർ റിജക്ട്സ് ദ പേഴ്സൺ. ഒരു വ്യക്തിയെയും ക്രിസ്തു തള്ളിപ്പറയുന്നില്ല. അവനിലുള്ള വിഭിന്നതകളെയാണ് കർത്താവ് തള്ളിപ്പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റോർഷൻസ് ഇൻ us that Christ rejects. നമ്മുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതല്ല നോമ്പിൻ്റെ ലക്ഷ്യം, കുംഭസാരത്തിൻ്റെ ലക്ഷ്യം, അനുതാപത്തിൻ്റെ ലക്ഷ്യം. പിന്നെയോ നമ്മുടെ യഥാർത്ഥ ആലയമായിരിക്കുന്ന ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ നോമ്പിൻ്റെ ലക്ഷ്യം. നമ്മുടെ യഥാർത്ഥ ആരാധന ആലയം ഹൃദയമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ്. അതാണ് നാം ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. കാരണം നമ്മുടെ ഹൃദയം അശുദ്ധമാണെങ്കിൽ നാം അർപ്പിക്കുന്ന ഏതാരാധനയും പാഴായിപ്പോകും. ഹൃദയം വിശുദ്ധമുള്ളതായിരിക്കണം. പ്രിയമുള്ളവരെ, അറിയാതെ നമ്മുടെ ആരാധനാലയങ്ങളിൽ ക്രമക്കേട് നാം സഹിച്ചു പോകുകയാണ്. അതിൻ്റെ എതിരെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ ഈ നോമ്പ് കാലത്തിലൂടെ സാധ്യമാകണം. സമയം കടന്നു പോകുന്നത് കൊണ്ട് മൂന്നാമത്തെ അവിശ്വസ്തതയിലേക്ക് കടക്കട്ടെ. മൂന്നാമത്തെ അൺഫെയ്ത്ത്ഫുൾനെസ്. വികൃതമായ ശബ്ദങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ അനുവദിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. അവൻ നിലവിളിച്ചു, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. We let distorted voices speak for us. വികൃതമായ ശബ്ദങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ അനുവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനാണ് സംസാരിക്കുന്നത്, പക്ഷേ അവൻ പ്ലൂറലിലാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തി, one man speaks, but he speaks in the plural. നിനക്ക്, അല്ലേ, നസ്രാനായ യേശുവേ, ഞങ്ങൾക്ക് വാട്ട് ഹാവ് യു ടു ഡു വിത്ത് അസ്? ഒരു മനുഷ്യൻ ഞങ്ങൾക്കെന്ന് എന്തിനാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, ഇത് ഗ്രാമറിൽ പറ്റിയ തെറ്റൊന്നുമല്ല, ഇത് യഥാർത്ഥ വേദശാസ്ത്രം തന്നെയാണ്. ഈ വികൃതമായ ശബ്ദം സമൂഹത്തിൻ്റെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. ഈ ഭൂതബാധിതനായ മനുഷ്യൻ അവന് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, അവിടെ ചുറ്റി നിൽക്കുന്ന, പ്രാർത്ഥനാലയത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൻ സംസാരിക്കുകയാണ്. ഇതാണ് ആത്മീയ അധപ്പതനത്തിൻ്റെ ലക്ഷ്യം. കാരണം ഏറ്റവും ഉയർന്ന ശബ്ദം അല്ലെങ്കിൽ ഏറ്റവും വികൃതമായ ശബ്ദം ജനത്തിൻ്റെ ശബ്ദമായി മാറുന്നു. നമുക്ക് തിരിച്ചറിയുവാൻ പറ്റുന്നില്ല ഏതാണ് യഥാർത്ഥ ശബ്ദം എന്നുള്ളത്. വീണ്ടും നിനിവയിലെ മോർ ഐസക്കിൻ്റെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. When the soul listens to many voices, ആത്മാവ് പല ശബ്ദങ്ങളെയും കേൾക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ശബ്ദം അത് കേൾക്കുവാൻ മറന്നുപോകുന്നു. When the soul listens to many voices, it forgets the sound of its own heart. അതിൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദം അത് മറന്നുപോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സാക്ഷിയെ തന്നെ
നാം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് മഹാപരിശുദ്ധനായ മോർ ബസേലിയോസ് പറയുന്നു, നമ്മുടെ ആന്തരികമായ ലോകത്തെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ ആന്തരികമായ ഭവനത്തെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ ബാഹ്യമായ ശരീരം ഇല്ലാതായി തീരും. നമ്മുടെ ഭവനം മറ്റുള്ളവരാൽ വാഴപ്പെടും. The heart that does not guard itself, തന്നെത്താൻ സൂക്ഷിക്കാത്ത ഹൃദയം പിശാചിന് ഭവനമായി തീരും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അവിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മുടെ ശബ്ദം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമാകുക എന്നുള്ളതല്ല. വികൃതമായ ശബ്ദം സമൂഹത്തിൻ്റെ ശബ്ദമായി മാറുന്നു. ഈ ശബ്ദത്തെയാണ് കർത്താവ് പറയുന്നത് നിശബ്ദമാകുക എന്നുള്ളത്. കർത്താവ് നൽകുന്ന ചികിത്സ ഇപ്രകാരമാണ്: നിശബ്ദതയിലേക്ക് വരിക. അതുകൊണ്ടാണ് ആത്മാവിനെ പുനരുദ്ധരിക്കുന്നതിൻ്റെ ആദ്യ ശുശ്രൂഷ നിശബ്ദതയിലാണ്. അതുകൊണ്ടാണല്ലോ നോമ്പിലെ എല്ലാ പ്രത്യേകിച്ച് വലിയ നോമ്പിലെ പ്രാർത്ഥനകളിലെല്ലാം നാവ് നിയന്ത്രിതമാകണം എന്ന് പിതാക്കന്മാർ നമ്മളോട് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം നാം നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വികൃതമായ ശബ്ദങ്ങൾ നമ്മുടെ ശബ്ദമായി മാറും. നിശബ്ദതയിലേക്ക് വരുവാൻ, അതാണ് നമ്മുടെ ആത്മീയത. പലപ്പോഴും ഇന്ന് നിശബ്ദതയിലായിരിക്കുമ്പോൾ നാം അസ്വസ്ഥരാണ്. കാരണം നിശബ്ദത നാം ശീലിക്കാറില്ല, പരിശീലിച്ചിട്ടില്ല. വീണ്ടും മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അബ്ബ അർസേനിയോസ് എന്ന് പറയുന്ന റോമാ ചക്രവർത്തിമാരെ പഠിപ്പിച്ച ഒരു ശ്രേഷ്ഠനായ വ്യക്തി, സന്യാസി ശ്രേഷ്ഠനായി, അധികാരത്താലും വളരെ സ്വാധീനത്താലും നിറഞ്ഞ ഒരു മനുഷ്യൻ ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സന്യാസി വന്നിട്ട് പറഞ്ഞു, പിതാവേ, എന്നെ അനേക ശബ്ദങ്ങൾ ആകർഷിക്കുന്നു. ഏത് ശബ്ദമാണ് ഞാൻ അനുഗമിക്കേണ്ടത് എന്ന് എനിക്ക് അറിയുകയില്ല. അപ്പോഴാണ് അബ്ബ അർസേനിയോസ് പറയുന്നത്, ഞാൻ ഇതുവരെയും നിശബ്ദമായിരുന്നിട്ട് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വന്നിരുന്നിട്ടില്ല. ഞാൻ സംസാരിച്ചതിൽ എനിക്ക് പ്രയാസമുണ്ട്, പക്ഷേ ഞാൻ നിശബ്ദൻ ആയതിൽ ഞാൻ സന്തോഷിക്കുന്നു. I have never regretted my silence, but I have always regretted my speech. പ്രിയമുള്ളവരെ, ഈ 3 നോമ്പിൻ്റെ നടുനോമ്പിൽ നാം ആയിരിക്കുമ്പോൾ വാക്കുകൾ സംസാരിക്കാതെ നമ്മുടെ ഹൃദയത്തെ നിശബ്ദതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകട്ടെ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് അധികം നേരം ശ്രദ്ധിച്ചിരിക്കുവാൻ നമുക്ക് സാധ്യമാകുകയില്ല. കാരണം നമ്മുടെ മുൻപിൽ നിരന്തരമായി സ്ക്രീനുകൾ ഉണ്ട്. പക്ഷേ ഈ 3 ദിവസമെങ്കിലും നമുക്കതൊന്ന് മാറ്റിവെച്ച് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നിശബ്ദതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകുമോ? അപ്പോൾ നമുക്ക് തിരിച്ചറിയാം ഏതാണ് വികൃതമായ ശബ്ദമെന്നുള്ളത്. ആൻഡ് ദെൻ വി വിൽ റെക്കഗ്നൈസ് ദ ട്രൂ വോയിസ് ഓഫ് ക്രൈസ്റ്റ്. അവിടെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശബ്ദം നാം തിരിച്ചറിയുന്നത്. 4ാമത്തെ അവിശ്വസ്തതയിലേക്ക് കടക്കട്ടെ. We recognize Christ without surrendering to him. ക്രിസ്തുവിന് സമർപ്പിതമാകാതെ അവനെ തിരിച്ചറിയുന്ന ഒരു ജനം. 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഇപ്രകാരമാണ്: നീ ആരാണെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. I know who you are, the Holy One of God.
ഭൂതം ബാധിച്ച മനുഷ്യനാണ് ഈ പറയുന്നത്. ക്രിസ്തുവിനെ കണ്ട് അവൻ തിരിച്ചറിഞ്ഞു ആരാണെന്നുള്ളത്. ഈ പിശാച് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നില്ല. ദ ഡീമൺ ഡസ് നോട്ട് ഡിനൈ ക്രൈസ്റ്റ്. അവനെ പ്രഖ്യാപിക്കുകയാണ്, നീ ആരാണെന്ന് ഞാൻ അറിയുന്നു. ഭൂതം ബാധിച്ച മനുഷ്യൻ തന്നെയാണ് ക്രിസ്തുവിനെ കണ്ടു പറയുന്നത്, നീ ആരാണെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഇത് യഥാർത്ഥ തിയോളജിയാണ്. ദിസ് ഇസ് റൈറ്റ് തിയോളജി, ബട്ട് സീറോ ഒബീഡിയൻസ്. അനുസരണമില്ലാത്ത വേദശാസ്ത്രമാണിത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ മോർ അത്താനാസിയോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഈവൻ ദ ഡീമൺസ് ബിലീവ്. ഭൂതങ്ങളും വിശ്വസിക്കുന്നു, എന്നാൽ സ്നേഹമില്ലാത്ത വിശ്വാസം ആരാധനയല്ല, വിശ്വാസമല്ല. തിരിച്ചറിയുന്നു, പക്ഷേ അവൻ അനുതാപമില്ല. There is recognition, but there is no repentance. അവിടെ രക്ഷയില്ല. നമ്മൾക്കെല്ലാവർക്കും ക്രിസ്തുവിനെ തിരിച്ചറിയാം, പക്ഷേ അനുതപിക്കാതെ രക്ഷയില്ല. ഇതാണ് the deepest form of alienation. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഏറ്റവും ആഴമാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിനെ നാമം കൊണ്ട് പ്രഖ്യാപിക്കുകയും അവനാരെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടും അവൻ ആരെന്ന് അവൻ്റെ അഗാധങ്ങളിൽ വിശ്വസിക്കുവാൻ അവന് സാധ്യമാകുന്നില്ല. ഭൂതത്തിന് പോലും തിരിച്ചറിയുവാൻ ക്രിസ്തു ആരാണെന്ന്, പക്ഷേ ഒരിക്കലും ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുന്നില്ല. നമ്മളും പലപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്. നാം വിശ്വാസ പ്രമാണം ജീവിതത്തിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? നാം എത്ര തവണ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാവർത്തിച്ചിട്ടുണ്ട്? നാം എത്രമാത്രം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയിട്ടുണ്ട്? നാം എത്രമാത്രം തവണ കുമ്പിട്ട് നമസ്കരിച്ചിട്ടുണ്ട്? എന്നിട്ടും നമ്മുടെ ഉള്ളിൽ വിദ്വേഷവും പകയും ക്ഷമിക്കുവാൻ സാധ്യമാകാത്ത ബന്ധങ്ങളും അവസരവും അഹന്തയും ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മതി, എന്നാൽ ദൈവ അനുഭവം ആവശ്യമില്ല. അതുകൊണ്ടാണ് we have knowledge of God, but we have no healing from God. കാരണം അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ ദൈവം. അത് അനുഭവമാകുമ്പോൾ മാത്രമേ മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. മാനസാന്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ അനുതാപം ഉണ്ടാകുകയുള്ളൂ. അനുതാപം ഉണ്ടാകുന്നിടത്ത് മാത്രമേ രക്ഷയുണ്ടാകുകയുള്ളൂ. This is our unfaithfulness. We know Christ. ക്രിസ്തുവിനെ നാം അറിയുന്നു, പക്ഷേ നമുക്ക് രൂപാന്തരം ഇല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്, വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും സഭാപരമായും. കാരണം നമുക്ക് ക്രിസ്തുവിനെ പറയുവാനും പ്രഖ്യാപിക്കുവാനും എളുപ്പമാണ്, ജീവിക്കുവാനാണ് ബുദ്ധിമുട്ട്. ഇവിടെയും ഒരു ചികിത്സ കർത്താവ് നൽകുന്നുണ്ട്. ജീസസ് ഡസ് നോട്ട് റിജക്ട് ദ മാൻ. ആ മനുഷ്യനെ തള്ളിപ്പറയുന്നില്ല. തള്ളിപ്പറയുന്നത് അവനിലുള്ള അശുദ്ധാത്മാവിനെയാണ്. നിസായിലെ മോർ ഗ്രിഗോറിയോസ് പറയുന്നു, The Savior does not destroy the human being. മനുഷ്യനെ അല്ല രക്ഷകൻ നശിപ്പിക്കുന്നത്, അവനിലുള്ള അശുദ്ധാത്മാവിനെയാണ്. He destroys the distortion of the human being. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും കുറവുകളും ബലഹീനതകളും പോരായ്മകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കുറവുകളും ഒക്കെയുണ്ട്. അതൊന്നും നമ്മുടെ കല്ലറകളല്ല, അതൊന്നും നമ്മുടെ അവസാനമല്ല, അത് നമ്മുടെ ഉദരമാണ്. ഈ ഞായറാഴ്ച നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നിക്കോദിമോസ്
രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു എന്നുള്ളതാണ്. നേരം രാത്രി ആയതുകൊണ്ടല്ല, അവൻ്റെ ഉള്ളിൽ ഇരുട്ടായിരുന്നത് കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രാത്രി എന്നുള്ളത് ഒരു സമയത്തെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല, അവൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ നികത്തുവാൻ നിത്യപ്രകാശമായ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നിക്കോദിമോസ് ചെന്നു. അവൻ്റെ അന്ധകാരം അവൻ്റെ ഉദരമായി തീരുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അന്ധകാരങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, നമ്മുടെ ജീവിതത്തിലെ കല്ലറകൾ നമ്മൾക്ക് ഉദരങ്ങളായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം അങ്ങനെയുള്ള അനുഭവങ്ങളും അവസരങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, നമ്മളെ പുനരുദ്ധരിക്കുവാൻ വേണ്ടിയാണ്. ടു ആസ്ക് us to arise, എഴുന്നേൽക്കുവാൻ, ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഏറ്റവും അവസാനത്തെ അവിശ്വസ്തതയുടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കാം. അഞ്ചാമതായി മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ഇപ്രകാരമാണ്: എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവർ എല്ലാവരും അത്ഭുതപ്പെട്ടു. സമ്പൂർണതയെ കണ്ടുകൊണ്ടാണ് അവർ അത്ഭുതപ്പെട്ടത്. അഞ്ചാമത്തെ അവിശ്വസ്തതയും ഇതുതന്നെയാണ്. We become astonished by wholeness. ഒന്നുകൂടെ പറയാം. കപ്പർനൗമിലെ സിനഗോഗിൽ ഭൂതം ബാധിച്ച മനുഷ്യനെ കണ്ടല്ല അവർ ആശ്ചര്യപ്പെട്ടത്, പരിപൂർണ സമ്പൂർണനായിരുന്ന ദൈവ സാന്നിധ്യത്തിലാണ് അവർ ആശ്ചര്യപ്പെട്ടത്. The demon did not surprise them. ഭൂതം ബാധിച്ച മനുഷ്യൻ അവർക്കൊരു പ്രയാസവും ഉണ്ടാക്കിയില്ല. യേശു അവരുടെ ജീവിതത്തെ, അവരുടെ സാന്നിധ്യത്തെ ഒന്ന് അലട്ടി. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ട്രാജഡി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ചില ആത്മീയ രോഗത്തിൽ കുറേ നാൾ ജീവിക്കുമ്പോൾ ഈ രോഗമാണ് എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് നമ്മളുടെ ആത്മാവ് തിരിച്ചറിയുവാൻ തോന്നും. ചിലപ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്നത് അപ്രകാരമാണ്. അപ്പോൾ നിത്യ വൈദ്യനായി ക്രിസ്തു നമ്മുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അത് കണ്ടാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത്. ഇത് നാം ലോകത്തിൽ എപ്പോഴും കാണുന്നതാണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്ന അനീതി ഒന്നും നമ്മുടെ ഹൃദയത്തെ പോലും തട്ടുന്നില്ല. ബിക്കോസ് എല്ലാ ദിവസവും പത്രങ്ങളും ന്യൂസുകളും വായിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടും കണ്ടും നമ്മുടെ ഹൃദയം ഇറ്റ് ഹാസ് ബിക്കം നം, മരവിച്ചുപോയി. എന്നാൽ ക്രിസ്തു ഇതിന് സൗഖ്യമായി നൽകുന്നത് ബി ക്വയറ്റ് ആൻഡ് കം ഔട്ട് ഓഫ് ഹിം. അവിടെ ഒരു തർക്കമില്ല, അവിടെ ഒരു നെഗോഷിയേഷൻ ഇല്ല, അവിടെ ഒരു വിടുതൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിസായിലെ മോർ ഗ്രിഗോറിയോസ് എഴുതുന്നത്, ക്രിസ്തു അവിടെ തിന്മയെ മാറ്റുക മാത്രമല്ല, അവൻ്റെ ആത്മാവിൻ്റെ ആദ്യ സൗന്ദര്യത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരികയാണ്. Christ does not merely remove evil, he restores the soul to its original beauty. ആത്മാവിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് ആ ആത്മാവിനെ തിരിച്ചു വിളിക്കുകയാണ്. നീ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നവൻ ആയിരിക്കരുത്, നീ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നവൻ ആയിരിക്കാൻ പാടില്ല എന്ന ആ മനുഷ്യനെ വിളിച്ചിട്ട് ബി ക്വയറ്റ്, ഭൂതബാധിതനായ മനുഷ്യനിൽ നിന്ന് ഭൂതത്തെ കർത്താവ് തിരിച്ച് പുറത്താക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം വളരെ
അത്ഭുതം സംഭവിക്കുന്ന ഇവിടെയാണ്. ഇവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. കാരണം അപ്പോഴാണ് ഈ മനുഷ്യൻ കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അവൻ്റെ എല്ലാ ഫോൾസ് ഐഡന്റിറ്റീസ് ഇല്ലാതാകുന്നു. അവൻ കടമെടുത്ത എല്ലാ ശബ്ദങ്ങളും ഇടറി വീഴുന്നു. അവനിലുള്ള വിഭിന്നതകൾ ദൂരെയായി പോകുന്നു. അതിൻ്റെ എല്ലാ ശക്തികളും ഇല്ലാതാകുന്നു. അവൻ്റെ വിഭിന്നതയെ കർത്താവ് മാറ്റിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു ഏത് ശക്തിയാണ് അവനെ വിളിച്ചത് എന്നുള്ളത്. അപ്പോഴാണ് അന്ധകാരം ബാധിച്ച ആത്മാവും അതിൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നവൻ തിരിച്ചറിഞ്ഞു. ആത്മാവിൻ്റെ അഗാധ അന്ധകാരത്തിലും ആ ആത്മാവ് തിരിച്ചു പറഞ്ഞതെന്താണ്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഈവൻ when the heart is darkened, the image of God within never perishes. ആത്മാവ് എത്ര അഗാധ അന്ധകാരത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ ഒരിക്കലും നശിക്കുന്നില്ല. അത് നാം തിരിച്ചറിയണം. I know who you are. നീ ആരാണ് എന്ന് ഞാൻ അറിയുന്നു എന്ന് ഈ മനുഷ്യൻ പറയുന്നുണ്ട്. നീ ആരാണ് എന്ന് ഞാൻ അറിയുന്നു. ഭൂതം ബാധിച്ച മനുഷ്യനാണ്, അന്ധകാരം നിറഞ്ഞ ഹൃദയമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. നീ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പുകാലം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ കുമ്പിടിലുകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ സ്തോത്ര അർപ്പണങ്ങൾ, നമ്മുടെ ദാനശീലങ്ങൾ, അതെല്ലാം നമ്മൾ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള ഉപായമായി മാറണം. പലപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയാണ്. അതല്ല, നമ്മളില്ലാതാകുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മളില്ലാതാകുമ്പോഴാണ് നമ്മളിലുള്ള ഭൂതങ്ങൾ പുറത്തായി പോകുന്നത്. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കാം. The Holy One has never left us. ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോയിട്ടില്ല. അവസാനമായി ഒരു കഥയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് 1960കളിലെ കഥയാണ്. 1960കളിൽ ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ വളരെയധികം പീഡനങ്ങൾ സഹിച്ച നാളുകളായിരുന്നു. അവിടെ ദേവാലയങ്ങൾ കത്തി നശിപ്പിക്കപ്പെടുകയും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുകയും പുരോഹിതന്മാരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും അനേകം ചെറിയ ഗ്രാമങ്ങൾ ഇല്ലാതാകുകയും ചെയ്ത സമയമാണ് the 1960s. അന്ന് സഭയെ ശുശ്രൂഷിച്ചിരുന്നത് മഹാപരിശുദ്ധനായ പോപ്പ് കിറിലോസ് ആറാമനായിരുന്നു. ഇതെല്ലാം സംഭവിച്ച സമയത്ത് അദ്ദേഹം ഒരു വിദ്വേഷവും കൂടാതെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സഭയെ ഉയർത്തി എന്നുള്ളതാണ്. ഒരു രാത്രിയിൽ കൈറോയിലെ തൻ്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഈ പരിശുദ്ധ പിതാവ് നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മധ്യേ വന്ന് നിന്നുകൊണ്ട് രാത്രി മുതൽ പകലിലെ യാമങ്ങളിൽ വരെ അദ്ദേഹം അവിടെ നിന്നു. നശിപ്പിക്കപ്പെട്ട ഐക്കോൺസും ഈ ദേവാലയത്തിൻ്റെ ചുവരുകളും അതിൻ്റെ മതിലുകളെല്ലാം കത്തി നശിപ്പിക്കപ്പെട്ടിരുന്നു. ആ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മധ്യേ ഈ പരിശുദ്ധ പിതാവ് കുമ്പിട്ടു.
ജനമെല്ലാം ഇത് കേട്ട് ഓടിയെത്തിയപ്പോൾ അവരുടെ പരിശുദ്ധ പിതാവ് നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ മധ്യേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഒരു വാക്കുപോലും തൻ്റെ സഭയെ പീഡിപ്പിച്ചവർക്കെതിരെ ഈ പിതാവ് പറഞ്ഞില്ല. തിരിച്ചടിക്കണമെന്നുള്ളൊരു വാക്ക് ഉച്ചരിച്ചില്ല. ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ: The church has been crucified many times, but she has never remained in the tomb. സഭ അനേകം തവണ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷേ ഒരിക്കൽ പോലും അവൾ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ആയിരങ്ങളാണ് അന്ന് അവിടെ കൂടിയത്. അവരുടെ കരങ്ങൾ കൊണ്ട് അവർ ദേവാലയത്തെ തിരികെ പണിതു. ഒരു പ്രതിഷേധമായിട്ടല്ല, ഒരു പ്രഖ്യാപനമായിട്ടാണ്. അവർ മുറിവേറ്റവരായിരുന്നു, പക്ഷേ അവർ ആയിരുന്നു എന്ന് അവർ മറന്നില്ല. ഈ നടുനോമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്: നാം ആരാണ്? നമ്മളിലുള്ള അധികാരത്തിൻ്റെ ശബ്ദം ആരുടേതാണ്? അറിയാതെയെങ്കിലും ഞാൻ ഈ 5 അവിശ്വസ്തതയിലേക്ക് എപ്പോഴെങ്കിലും വ്യക്തിപരമായോ കുടുംബപരമായോ ഇടവകതരമായോ പോയിട്ടുണ്ടോ? ദൈവമേ, അവിടെയൊക്കെ അങ്ങയുടെ ശബ്ദം എനിക്ക് സുഖചികിത്സയായി, സൗഖ്യമായി എന്നിലേക്ക് തിരിച്ചു വിളിക്കണമേ. Call me back to my true self. നമ്മളിലേക്ക് നമ്മെ എന്നും ക്രിസ്തു വിളിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകണം: നീ ആരാകുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാനും ജീവിക്കുവാനും ഈ 3 നോമ്പിൽ മാത്രമല്ല, എല്ലാ ദിവസവും ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ, കല്ലറകൾ, ആഴങ്ങൾ, അകൽച്ച ഉണ്ടാകും. അതൊന്നും നമ്മുടെ അന്ത്യമല്ല, അത് നമ്മുടെ ഉദരമാണ്, ക്രിസ്തുവിലേക്കുള്ള പുനർജന്മത്തിൻ്റെ ഉദരം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സത്യാനുതാപത്തിലേക്ക്, അവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.